ഈ മാസം 23 മുതൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തിയേറ്റർ ഉടമകൾ. OTT റിലീസ് കരാർ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നുവെന്നും ആരോപണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ, വളരെ കടുത്ത തീരുമാനത്തിലേക്ക് തിയേറ്റർ ഉടമകൾ കടക്കുകയാണ്. അത് സിനിമാ വ്യവസായ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകളിലേക്ക് എത്തുന്നുണ്ടോ? അഞ്ജന, ഇത് തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിട്ടുള്ള സമരമല്ല തിയേറ്റർ ഉടമകൾ ഉദ്ദേശിച്ചത്. പുതിയ സിനിമകൾ 23 മുതൽ റിലീസ് ചെയ്യില്ല എന്നുള്ളതാണ്. അതിൽ രണ്ട് പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ ഈ പ്രതിഷേധത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന്, OTT കരാർ തുടർച്ചയായി ലംഘിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിനിമ റിലീസ് 42 ദിവസമെങ്കിലും തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ശേഷം മാത്രം OTTക്ക് നൽകുക എന്നുള്ളതാണ് കരാർ. പക്ഷെ ആ കരാർ തുടർച്ചയായി നിർമ്മാതാക്കളും വിതരണക്കാരും അത് ലംഘിക്കുന്നു. അതൊരു പ്രധാന വിഷയമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇന്ന് തിയേറ്റർ ഉടമകൾ ചൂണ്ടിക്കാണിച്ചു. അത് ഈ പ്രൊജക്ടറുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഈ ഡിജിറ്റൽ രൂപത്തിലുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നത് തിയേറ്ററുകളിൽ ഉള്ള പ്രൊജക്ടറുകൾ വെച്ചാണ്. അത് പലപ്പോഴും വലിയ ചിലവുള്ളതാണ് ഈ പ്രൊജക്ടറുകൾ എന്നുള്ളത്. അതുകൊണ്ട് പലപ്പോഴും വാടകയ്ക്കെടുത്ത് ആ വാടകയ്ക്ക് ഉപയോഗിക്കുന്ന ആ പ്രൊജക്ടറുകൾ വഴിയാണ് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ ഇപ്പോൾ പറയുന്നത് അവർ തരുന്ന ആ സിനിമ അത് അവർ നിർദ്ദേശിക്കുന്ന പ്രൊജക്ടറുകൾ വെച്ച് പ്രദർശിപ്പിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിക്കുകയാണ്. ഇത് വലിയ പണച്ചിലവുണ്ടാക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ ഒന്നോ രണ്ടോ തിയേറ്ററുകളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ് തിയേറ്റർ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ നിർദ്ദേശിക്കുന്ന ആ പ്രൊജക്ടറിൽ തന്നെ സിനിമ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ഒരു തീരുമാനം, ആ നിർദ്ദേശം ത്തിൽ നിന്ന് അവർ പിന്മാറേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തിയേറ്റർ ഉടമകളെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ ഇനി റിലീസ് ചെയ്യില്ല. 23 മുതൽ വരുന്ന സിനിമകൾ ഇനി റിലീസ് ചെയ്യില്ല എന്നുള്ളതാണ്. നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് അത് തടസ്സമല്ല. പക്ഷേ പുതിയൊരു സിനിമ ആ തരത്തിൽ റിലീസ് ചെയ്യാൻ തങ്ങൾ ഒരുക്കമല്ല. തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബർ ഈ മാസം 28-ന് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകും എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ഭാരവാഹികൾ പറയുന്നത്. അതുകൊണ്ട് 23 മുതൽ ഉള്ള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിൽ അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷേ അതിനു മുൻപ് ആരെങ്കിലും സ്വമേധയാ ഈ വിഷയം ചർച്ച ചെയ്യാനായി മുന്നോട്ട് വന്നാൽ സ്വാഗതം ചെയ്യുന്നുവെന്നും ഫിയോക് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ തീരുമാനം അനുസരിച്ച് 23 മുതൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്യില്ല.